സമർപ്പിച്ചത്. ഞാൻ അവരുടെ പേര് വിവരങ്ങൾ ഞാൻ വായിക്കുകയാണ്. 20 പേരുടെ പേര്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ കെ മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ സി പി ജോൺ, ശ്രീ എ പി അനിൽകുമാർ, ശ്രീ എൻ ഷംസുദ്ദീൻ, ശ്രീ പി സി വിശ്വനാഥ്, ശ്രീ റോജി എം ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ എം ലിജു, ശ്രീ കെ എം ഷാജി, ശ്രീ പി കെ ബഷീർ, ശ്രീ വി ഇ അബ്ദുൽ ഗഫൂർ, ശ്രീ ടി സിദ്ദിഖ്, ശ്രീമതി കെ എ തുളസി. സനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ ഒ ജെ ജനീഷ്. ഇതാണ് 20 പേരുടെ പേര്. പല ആളുകളുടെയും സമനില തെറ്റും. കുറെ ആളുകളെ കുതിരവട്ടത്തേക്ക് കൊണ്ടുവേണ്ടി വരും, കുറെ ആളുകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരും, ബോധരഹിതരാവും. നമ്മളെ ശശികലുണ്ട്, അതേപോലെ വത്സൻ തില്ലങ്കേരി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ നായർ ഇതിലെ നമ്മളെ പിന്നെ സുകുമാരൻ നായരുണ്ട്, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനുണ്ട്. ഇതൊക്കെ പക്ക വർഗീയവാദികളാണ്. ഇവർക്കൊന്നാണ്ട് ഉൾക്കൊള്ളാൻ ഇത് സാധിക്കില്ല. ഫസ്റ്റിൽ തന്നെ നിങ്ങൾ കേട്ടില്ലേ നമ്മളെ ബഹുമാനപ്പെട്ട സതീശൻ, മുഖ്യമന്ത്രി സതീശൻ എന്ന് തന്നെ പറയണം. മുഖ്യമന്ത്രി സതീശൻ പിന്നെ കുഞ്ഞാലിക്കുട്ടിൻ്റെ പേരാണ് വായിച്ചത്. അതിൽ ഒരുപാട് മുസ്ലിങ്ങളെ പേരുണ്ടെന്ന്. ഡെപ്യൂട്ടി സ്പീക്കർ മുസ്ലിംസാണ്. അതുപോലെ ഒരുപാട് ആളുകൾ മുസ്ലിംസും ക്രിസ്ത്യാനികളും ഒക്കെ കൂടി നിറഞ്ഞ ഒരു മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ. കേരളം എന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ നാടാണ് എന്ന് ഈ ഭരണം വളരെയധികം മുന്നോട്ട് വെച്ച് അത് കാഴ്ചവെച്ചുകൊണ്ടാണ്. അതിൽ സഹിക്കാത്ത ഒരുപാട് ആളുകൾ പുഴുക്കുത്തുകൾക്ക് മുഴുവനും നാളെ ബോധരഹിതരാവും എന്നതിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഞാൻ കണ്ട പോലെയല്ല നമ്മളെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ. ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് സൂപ്പറാണ്. അത് വീട്ടിൽ നിന്ന് കിട്ടിയാണ് അദ്ദേഹത്തിന്. കാരണം ആ വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു രീതിയാണ് വളരെ ഗംഭീരമായിട്ടുണ്ട്. ആ പിണറായി വിജയന്റെ അടുത്തേക്ക് പോലെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ ഡീസൻ്റ് ആയിട്ടുണ്ട്. അത് ഈ പിന്നെ മതേതര കേരളത്തിന് അനുയോജ്യമായ പിന്നെ സ്വഭാവമാണ് വി ഡി സതീശൻ്റെത് എന്നത് പറയാതെ വയ്യ. ഏതായാലും അദ്ദേഹത്തിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ കണ്ട് നല്ല രീതിയിൽ ഈ രാജ്യം ഭരിച്ച് ഒരുപാട് കാലം അദ്ദേഹം ഭരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം അത് പിന്നെ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ളതല്ല. പക്ഷേ അതിലേറ്റവും കൂടുതൽ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ കഴിവ് തന്നെയാണ്. മറ്റുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ കയറി ചെന്ന് സംസാരിക്കാനുള്ള ആ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാനുള്ള ആ ഒരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ കാണുന്നത്. വളരെ മികവുറ്റതാണ്. അദ്ദേഹത്തിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് അതോടെ കൂടെ തന്നെ ഒരു ബിഗ് സല്യൂട്ട്.